നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇറാനിലേക്ക് തന്നെയാണ്. അതായത് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് റഷ്യയുടെ സോയൂസ് റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോൾ 3 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിച്ചിരിക്കുകയാണ്. അതായത് ഇറാന്റെ ആദ്യത്തെ മൾട്ടി സാറ്റലൈറ്റ് മിഷനാണിത്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ ഈ ഒരു നേട്ടത്തെ ലോകം വിശേഷിപ്പിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള നേട്ടമെന്നാണ്. എന്നാൽ ഇറാന്റെ ഈ ഒരു നേട്ടം ഇപ്പോൾ ഇസ്രയേലിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. സ്പെഷ്യലി ഇറാൻ അയച്ചിട്ടുള്ള ഉപഗ്രഹമായിട്ടുള്ള ട്രോളു 3 എന്ന് പറയുന്ന ഉപഗ്രഹം, അതായത് ട്രോളു 3 എന്ന് പറയുന്ന ഈ ഒരു ഉപഗ്രഹം ഇറാൻ അയച്ചിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ തന്നെ ഏറ്റവും ഭാരമേറിയിട്ടുള്ള ഉപഗ്രഹമാണ്. ഉയർന്ന റെസല്യൂഷൻ ക്യാമറകളും ദീർഘദൂര നിരീക്ഷണ ശേഷിയുള്ള ഇത്തരം ഉപഗ്രഹങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ അതിർത്തികൾ, മിസൈൽ സൈറ്റുകൾ, നാവിക നീക്കങ്ങൾ ഇവയെല്ലാം ഉയർന്ന കൃത്യതയിൽ നിരീക്ഷിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ സ്വന്തമായി തന്നെ ചാര ഉപഗ്രഹങ്ങൾ കൂടുതലായി ഇപ്പോൾ നിർമ്മിക്കുകയാണ്. ഇതിനാൽ തന്നെ ഇൻഫർമേഷൻ്റെ കാര്യത്തിൽ ഇറാന് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതായി വരുന്നില്ല. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാന്റെ ഈ ഒരു നീക്കത്തെ ആശങ്കയോടെ കാണുന്നത്. ഇവിടെ നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാൻ റഷ്യ ബന്ധം. അത് വീണ്ടും ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് റഷ്യയുടെ റോക്കറ്റിലാണ് ഇപ്പോൾ ഇറാൻ ഈ 3 സാറ്റലൈറ്റുകളും അയച്ചിരിക്കുന്നത്. നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ റഷ്യ ഇറാനെ സഹായിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആയുധങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഫോർമേഷനാണ്. നമുക്കറിയാം ഇസ്രയേലിൻ്റെ പക്കൽ ശക്തമായിട്ടുള്ള ചാര ഉപഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാനും ഇത്തരം ശക്തമായിട്ടുള്ള ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരിക്കുകയാണ്. അതായത് സർവേലൻസിൻ്റെ കാര്യത്തിലും ബാലൻസ് ഓഫ് പവർ അത് മാറുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു വാർത്ത അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ട്രംപ് പറയുന്നത് നെതന്യാഹു ഇല്ലായിരുന്നു എങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ കാണില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇങ്ങനെയെല്ലാം ട്രംപ് പറയുമ്പോൾ പോലും ഇസ്രയേലിനകത്ത് തന്നെ നെതന്യാഹു വൻ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ നേരിടുകയാണ്. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി, അതായത് ICCയുടെ അറസ്റ്റ് വാറണ്ട് വരെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറയുന്നത്. ഇസ്രയേലിൻ്റെ ചരിത്രം നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി എന്നുള്ളത് അത് ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ ഇത്രയും അധികം വിമർശനങ്ങൾ അവ ഏറ്റുവാങ്ങിയ മറ്റൊരു പ്രൈം മിനിസ്റ്ററും ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഇല്ല എന്നാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഐ എന്ന് പറയുന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് ഇസ്രയേലി പ്രൈം മിനിസ്റ്ററെ പുകഴ്ത്തുന്നതിനോടൊപ്പം തന്നെ ഇറാന് ചില മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ട്രംപ് പറയുന്നത് ഇറാൻ ഇനിയും ന്യൂക്ലിയർ പ്രോഗ്രാംസും അതുപോലെ തന്നെ മിസൈൽ പ്രോഗ്രാംസും ആരംഭിക്കരുത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ശക്തമായിട്ടുള്ള സൈനിക നടപടികൾ അതിവേഗം തന്നെ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രസ്താവനയിൽ തന്നെ ഒരു കാര്യം അത് വ്യക്തമല്ല. ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ ആരംഭിക്കരുത് എന്ന് പറയുന്ന ട്രംപിന്റെ അതേ വാദത്തിന് ശേഷം അദ്ദേഹം പറയുന്നത് മിസൈൽ പ്രോഗ്രാമുകളും നടത്തരുത് എന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അത്തരം ഒരു കാര്യം പറഞ്ഞത് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളാണ്. അതിൽ മറ്റു രാജ്യങ്ങൾ കൈകടത്തേണ്ട എന്ത് ആവശ്യമാണുള്ളത്? ഇറാൻ മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഐ എന്ന് പറയുന്ന മാധ്യമമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത ഇസ്രയേലിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഗസ വിഷയത്തിൽ തുർക്കിയെ പുറത്താക്കാൻ വീണ്ടും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാവുകയാണ്. ഇസ്രയേൽ ഇപ്പോൾ അമേരിക്കയോടും ട്രംപ് ഭരണകൂടത്തോടും ഒരു പ്രത്യേക ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. തുർക്കി പ്രസിഡന്റായിട്ടുള്ള തയ്യബ് എർദോഗാനെ ബോർഡ് ഓഫ് പീസ് എന്ന സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന മാധ്യമമാണ് ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് ട്രംപ് രൂപീകരിക്കാൻ പോകുന്ന ഒരു അന്താരാഷ്ട്ര സമാധാന സമിതിയാണ്. ഈ സമിതി ലക്ഷ്യമിടുന്ന ചില കാര്യങ്ങളുണ്ട്. ഗസയിൽ യുദ്ധാനന്തര സാഹചര്യം അത് കൈകാര്യം ചെയ്യുക,
സുരക്ഷ ഉറപ്പാക്കുക. ഈ സമിതിയിലാണ് എർദോഗാനെ ഉൾപ്പെടുത്തരുത് എന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് കാരണമായി ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്ന ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് തുർക്കി നിഷ്പക്ഷ രാജ്യമല്ല എന്നുള്ളതാണ്. രണ്ടാമത് ഹമാസിനോട് അടുപ്പം കാണിക്കുന്ന രാജ്യമാണ് തുർക്കി എന്നുള്ളത്. എന്തായാലും ഇസ്രയേൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്ക ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.